ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ മൗൻറ്റാകത്തിൻ്റെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സരയു രൂപയെ വിളിച്ച് ചോദിക്കുകയാണ്, ആൻറ്റി അവിടെ എന്താ നടന്നത് ആൻറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എന്താ നിൻ്റെ അച്ഛൻ വന്ന് നിന്നോടൊന്നും പറഞ്ഞില്ലേ? എങ്കിൽ പിന്നെ ഞാൻ തന്നെ വിശദീകരിച്ചു തരാം. ഇവിടെ നിൻ്റെ അച്ഛൻ വന്നു എൻ്റെ ഭർത്താവ് മരിച്ചെന്നും വിചാരിച്ചുകൊണ്ട്. പക്ഷേ ഇവിടെ വന്ന കണ്ട കാഴ്ചയില്ലേ, അത് ഗംഭീര കാഴ്ച തന്നെയായിരുന്നു. നിൻ്റെ മണ്ടനായ അച്ഛനെ എല്ലാം വിശദീകരിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യവും പറഞ്ഞില്ലല്ലേ? എന്താ നടന്നത്? അയാൾ വിചാരിച്ചതേ ഞാൻ എൻ്റെ ഭർത്താവും തമ്മിൽ യാതൊരു അടുപ്പവും ഇല്ലെന്ന്. പക്ഷെ കാണിച്ചു കൊടുത്തു. നിന്റെ അച്ഛന് ശരിക്കും കിട്ടിയിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് അയാൾ പോയി പുറപ്പെട്ടത്. എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നു, അതും എൻ്റെ കയ്യിൽ വിഷം തന്നിട്ട്. അയാൾക്കപ്പോൾ നല്ല തിരിച്ചടി തന്നെ കൊടുക്കണ്ടേ? എന്താ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമായില്ലേ? ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വന്നതാ. അതെ, രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി. ഇത് കേട്ട് സരയു, രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറിയോ? ആൻറ്റി എന്തൊക്കെയാ പറയുന്നത്? അതെങ്ങനെ രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി? അതെ, നീ എന്താ വിചാരിച്ചത്? ഞങ്ങൾ വെറും പൊട്ടന്മാരാക്കാനും പൊട്ടികളാക്കുക എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചോ? പക്ഷെ നടക്കില്ല മോളെ. നീയൊക്കെ അറിയാതെ എൻ്റെ ഭർത്താവിനെ ഞാൻ രണ്ടാമതും കല്യാണം കഴിച്ചായിരുന്നു. അതിൻ്റെ രണ്ടാം വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന് നടന്നത്. എന്താ സംശയമുണ്ടോ? നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ അയച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ ആ വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ്, ഫോൺ കട്ടാക്കിയിട്ട്. അപ്പോൾ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുക സരയു. അപ്പോൾ ശാരി ചോദിക്കുകയാണ്, എന്താ സരയു മോളെ, എന്താ പറ്റിയത്? അവൾ എന്താ പറഞ്ഞത്? എൻ്റെ മണ്ടനായ അച്ഛനില്ലേ, അവിടെ CS മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നു. പക്ഷേ അവിടെ കണ്ടത് നല്ല ഗംഭീര കാഴ്ച തന്നെയായിരുന്നു. അവരുടെ രണ്ടാം വെഡിങ് ആനിവേഴ്സറി കൂടാൻ വേണ്ടി പോയതായിരുന്നു അച്ഛൻ. ഇത് രണ്ടാം വെഡിങ് ആനിവേഴ്സറിയാ? അതാ ആൻറ്റി എന്നെ വിളിച്ച് പറഞ്ഞത്. അവർ തമ്മിൽ യാതൊരു പിണക്കവും ഇല്ലായിരുന്നു അമ്മേ. ഞാൻ നിങ്ങളോട് പറഞ്ഞാണല്ലോ, ആ കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു. അവർ തമ്മിൽ യാതൊരു പിണക്കവും ഇല്ലെന്ന്. നിന്റെ മണ്ടനായ അച്ഛനോട് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ലല്ലോ. ഇപ്പോൾ കിട്ടേണ്ടത് ശരിക്കും കിട്ടിയില്ലേ നിന്റെ അച്ഛന്? എന്തു പറയാനാ, ആ ഒരു വീഡിയോ എനിക്ക് അയച്ചെന്നും പറഞ്ഞുകൊണ്ടാ ആൻറ്റി ഫോൺ കട്ടാക്കിയത്. ദേ വീഡിയോ കാണമ്മേ. അങ്ങനെ രൂപയെ CS കല്യാണം കഴിക്കുന്ന ആ വീഡിയോ ആണ് നമ്മുടെ രൂപ അയച്ചു കൊടുത്തത്. ഇതെല്ലാം കണ്ട് രണ്ടുപേരുടെയും കിളി പോയി നിൽക്കുക. മതിയായില്ലേ? അച്ഛനെല്ലാം കൊണ്ടും മതിയായില്ലേ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പോൾ ദേ നമ്മുടെ രാഹുൽ ഇറങ്ങി വരികയാണ്. അപ്പോൾ രാഹുൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്ക് ദേ വന്നല്ലോ നിൻ്റെ മണ്ടനായ അച്ഛൻ. അല്ല, എങ്ങോട്ടാണാവോ? ഇന്നലെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ നല്ലത് കിട്ടിയല്ലേ? അപ്പോൾ അവൾ നിന്നോട് എല്ലാം വിളിച്ച് പറഞ്ഞോ? വിളിച്ചു പറഞ്ഞു. ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചതാ അവിടെ എന്താണ് ഏതാണ് നടന്നതെന്ന് അറിയാൻ വേണ്ടി തന്നെ. അപ്പോൾ കേട്ടിട്ട് അങ്ങനെ ലജ്ജ തോന്നി. അച്ഛനെ ദേ ശരിക്കും പ്രാന്താണ്. അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അവൾക്കിട്ട് നല്ല പണി തന്നെ കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ എന്ത് പണി കൊടുക്കാനാ? ഓരോ പണി കൊടുക്കാൻ പോകും തോറും നിങ്ങളാണ് പടുക്കുഴിയിൽ വീണുകൊണ്ടേയിരിക്കുന്നത്. ഇനിയെങ്കിലും നിർത്തില്ലടി. ഞാൻ നിർത്തില്ല. എന്നെ അവനും അവളും കൂടി ചേർന്ന് പൊട്ടനാക്കി അപമാനിച്ചു എല്ലാവരുടെ മുന്നിൽ വെച്ച്. അപ്പോൾ ശരിക്കൊരു പണി കൊടുക്കണ്ടേ? അതിനു വേണ്ടി തന്നെയാണ്. നീ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാഹുൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. അപ്പോൾ സരയുവാണെങ്കിൽ, എന്താമ്മേ ഈ അച്ഛൻ എന്താ, എത്ര കിട്ടിയാലും പഠിക്കില്ലേ? വീണ്ടും പൊട്ടത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? കിട്ടട്ടെ, അയാൾക്ക് കിട്ടടത്തോളം കിട്ടട്ടെ. അപ്പോൾ താര അടിച്ച കാര്യം കൂടി അവിടെ പറയുകയാണ് നമ്മുടെ രൂപ. പറഞ്ഞ കാര്യങ്ങളും ഈ സരയും ആലോചിക്കാം. അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും സരയുവിന് ആകെ ലജ്ജ കൊണ്ടാകെ തല കുനിച്ച് നിൽക്കുന്നൊരവസ്ഥയായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രാഹുലിനെ കാണാനായിട്ട് ഈ പ്രകാശനും വിക്രമും കൂടി വരിക. അപ്പോൾ പ്രകാശന് മൊട്ടയടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ രാഹുൽ ചോദിക്കുന്നത്, എന്താണ് പ്രകാശ, എന്തൊരു കോലമാണിത്, നിനക്കിതെന്താ പറ്റിയത്? അത് പിന്നെ എൻ്റെ അമ്മയെ എന്നെ ഉപേക്ഷിച്ചു, എന്നെ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട്. അതിൻ്റെ സങ്കടത്തിൽ ഞാനൊന്ന് മൊട്ടയടിച്ചതാ. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഈ CS മരിച്ചെന്നറിഞ്ഞപ്പോഴാണ് മൊട്ടയടിച്ചെന്നുള്ളൊരു കാര്യം അവിടെ പ്രകാശം പറഞ്ഞില്ല. അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും, എന്താണ് പ്രകാശ, നീ എവിടെ പോയായിരുന്നോ? പോയി, ഞാനേ CS വീട്ടിലേക്ക് പോയി. അതിൻ്റെ അടയാളമാണ് ദേ കിടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കവള് കാണിച്ചു കൊടുക്കുകയാണ്. എന്താടാ, നിന്നെ ആരാടാ തല്ലിയത്? അവനാണോ അല്ലെങ്കിൽ അവൻ്റെ മകനാണോ? ഇത് കേട്ട വിക്രം, ഈ കാര്യത്തിൽ കുറച്ച് മാന്യത കാണിച്ചു. അപ്പൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി തന്നെ എൻ്റെ അച്ഛന് കിട്ടി.
അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി നടത്തുകയായിരുന്നു. പക്ഷേ ഇതിനെല്ലാം തിരിച്ചടി കൊടുക്കണ്ടേ? കൊടുക്കുക തന്നെ ചെയ്യണം. ദേ പിന്നെ എടോ രാഹുലേ, താനും ഒരേ പൊട്ടത്തരങ്ങളും കാണിച്ചു വെക്കരുത്. താൻ വലിയ ആകാംക്ഷയോട് കൂടി തന്നെയല്ലേ ആ വീട്ടിലേക്ക് കയറി ചെന്നത്. എന്നിട്ട് എന്തായി? എന്തൊക്കെ വീരവാദങ്ങളാണ് താൻ മുഴക്കി കൂട്ടി കൊണ്ടുകൊണ്ട് നടന്നത്. CS മരിച്ചു, അതാണ് ഇതാണ്. വലിയ ആകാംക്ഷയോട് കൂടി തന്നെയാണ് ഞങ്ങൾ ആ കുടുംബത്തിലേക്ക് കയറി ചെന്നത്. പക്ഷേ കണ്ട കാഴ്ച ചങ്ക് തകർന്നു പോയി. ഇനിയും അവനെ വെറുതെ വിടാനാണോ ഉദ്ദേശിച്ചത്? ഒരിക്കലുമില്ല. അവനിട്ട് പണി കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അവൻ്റെ കുടുംബം ഞാൻ തകർക്കും. CS-നെയും രൂപയെയും ഞാൻ ഇല്ലാതാക്കും. എന്നെ എൻ്റെ പെങ്ങൾ ചതിച്ചു എന്നും പറഞ്ഞോണ്ട്. ശരി, നടക്കട്ടെ. അത് കഴിയുമ്പോഴേക്കും നീ എന്നെ വിളിച്ചാൽ മതി, ഞങ്ങളും വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവുക. പിന്നീട് കാണിക്കുന്നത് മനോഹരയാണ്. അപ്പോൾ മനോഹറിന് പുതിയ ലൈനൊക്കെ സെറ്റായി. അപ്പോൾ ഈ ലൈനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കടൽ എന്നെ വല്ലാതൊരു ആകർഷിക്കുന്നൊരു കടലാണ്. അതെന്താ വൈശാഖേട്ടാ? അപ്പോൾ ഇപ്പോഴത്തെ മനോഹറിൻ്റെ പേര് വൈശാഖെന്നാ. അത് വേറൊന്നുമല്ല, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചപ്പോൾ എൻ്റെ സമാധാനത്തിന് വേണ്ടി ഈ കടപ്പുറത്ത് വന്നായിരുന്നു ഞാൻ ഇരുന്നുകൊണ്ടിരുന്നേച്ചേ. ഈ കടലും കണ്ട് മനസ്സിനെ സമാധാനപ്പെടുത്തുമായിരുന്നു. എനിക്കതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആകെ സങ്കടം തോന്നുന്നു നിധ എന്നിങ്ങനെ പറയുക. തീടഞ്ഞപ്പോഴേക്കും അയ്യോ വൈശാഖേട്ട സങ്കടപ്പെടേണ്ട. ഇപ്പം എല്ലാ കാര്യത്തിലും ഞാനില്ലേ കൂട്ട്. ഞാനൊരിക്കലും വൈശാഖേട്ടനെ കൈവിടുകയേയില്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു കാര്യത്തിൽ എനിക്കിച്ചിരി ധൈര്യം കൂടുതൽ തന്നെയാണ്. ഏതായാലും എനിക്കൊരു പറ്റിയൊരാളെയാണല്ലോ സെറ്റായി കിട്ടിയിരിക്കുന്നത്. എനിക്കേ എൻ്റെ അച്ഛൻ എൻ്റെ കല്യാണത്തിന് വേണ്ടി 100-101 പവനൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. ഇത് കേട്ടാ മനോഹറിൻ്റെ മനസ്സിലിങ്ങനെ കിളി ഇങ്ങനെ പാറി ഇങ്ങനെ പറന്നു പോവുകയാണ്. എൻ്റെ അമ്മോ, 101 പവനോ? ഏതായാലും കല്യാണാലോചനിക്കാനൊക്കെ ഞാൻ പറയാം. പക്ഷേ എന്ത് ചെയ്യാനാ? ഞാനാകെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവണ്ടെന്നേ, ഞാനില്ലേ കൂടെ എന്നും പറഞ്ഞുകൊണ്ട് സമാധാനപ്പെടുത്തുക. അപ്പോഴാണ് ആ വഴി നമ്മുടെ ജുബാന വരുന്നത്. അപ്പം ജുബാന നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മനോഹർ വേറൊരു പെണ്ണിൻ്റെ ഒപ്പം നിൽക്കുക. ഇതുകൊണ്ട് ജുബാനയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ജുബാന അത് അവനല്ലേ? അവനപ്പം വാക്ക് തെറ്റിച്ചല്ലേ? വേറെ പെണ്ണിനെയും കറക്കി ചുറ്റി അവൻ ഇരുത്തിയിരിക്കുക. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവനിട്ട് പണി കൊടുക്കണം. അപ്പോൾ കൂടെ നിന്ന് കൂട്ടുകാരോട് പറയണം, നീ ചെല്ലടി, ചെന്നിട്ട് അവൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്ക്, എന്നിട്ട് സത്യങ്ങൾ മുഴുവൻ വിളിച്ചു പറ. വേണ്ട, അത് ശരിയാവില്ല. പക്ഷേ ഞാൻ പറയേണ്ടവരോട് ഇത് പറയുന്നുണ്ട്. അതിനുശേഷം അവർ തന്നെ തീരുമാനിക്കട്ടെ. അവനേതായാലും വാക്ക് തെറ്റിച്ചിരിക്കുകയല്ലേ എന്നൊക്കെ പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജുബാന അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മനോഹർ ഇനി ഇതയോട് കിന്നരിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും തൻ്റെ അച്ഛന് എന്നെ ഇഷ്ടമാകോ? എൻ്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ അച്ഛന് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ സന്തോഷമാണ് എൻ്റെ അച്ഛന് വലുത്. എങ്കിൽ പിന്നെ പെണ്ണാലോചിക്കാൻ വരാം അല്ലേ? പിന്നെ വരാലോ, അതിനെന്താ കുഴപ്പം? അതിന് യാതൊരു കുഴപ്പമില്ല. എനിക്ക് ഏതായാലും നല്ലൊരു പങ്കാളിയെ തന്നെ കിട്ടിയിരിക്കുന്നത്. മനസ്സിന് ഇണങ്ങിയ ഒരു പങ്കാളിയെ തന്നെ എനിക്ക് കിട്ടിക്കുന്നു പറഞ്ഞിട്ട് മനോഹറിനെ അങ്ങോട്ട് പുകഴ്ത്തുക. അപ്പോൾ മനോഹർ ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, അതേടി നല്ലൊരു പങ്കാളിയെ തന്നെയാണ്. ആ പങ്കാളിയെ കിട്ടിയതിനുള്ളൊരു സമ്മാനം ഞാൻ തരുന്നുണ്ട്. എൻ്റെ മുഖച്ചായലുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് ഞാൻ സമ്മാനിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും നിന്നെ ഇട്ട് ഞാൻ പോകും വേറെ സെറ്റപ്പ് തേടി എന്നിങ്ങനെ മനസ്സ് ചിന്തിക്കുക. പിന്നീട് കാണിക്കുന്നത് ഈ ജുബാന വന്ന കിരണിനോടും കല്യാണിയോടും മനോഹറിനെ കണ്ട കാര്യങ്ങൾ മുഴുവനും പറയാണ്. ഓഹോ, അപ്പം അവൻ തുടങ്ങിയല്ലേ? കേട്ടോ കിരണേട്ടാ, കേട്ടില്ലേ? അവൻ നമ്മളോട് പറഞ്ഞ വാക്കുകളെല്ലാം തെറ്റിച്ചിട്ട് വീണ്ടും പോയിരിക്കുക. ഇവനൊക്കെ എന്ത് ചെയ്യാനാണ്? അവനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി വേറൊരു പെണ്ണിൻ്റെയും കണ്ണിന് വീഴരുത്, ആരെയും പറ്റിക്കാനായിട്ട് നിൽക്കരുതെന്നൊക്കെ. എന്നിട്ട് അവൻ നമ്മുടെ വാക്കുകളെല്ലാം ധിക്കരിച്ചു. ഇനി അവന് പണി കൊടുക്കണ്ടേ? ജുബാന, അവന് നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്നൊക്കെ ഇനി സംസാരിക്കാം. അതെ കിരണേട്ടാ, അവനെ വെറുതെ വിടാനായിട്ട് പാടില്ല. ഇനി ഒരു പെണ്ണിനെ ചതിക്കാനായിട്ട് സമ്മതിക്കരുത്. ആ പെണ്ണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് ആ പെണ്ണിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഒരു കാര്യം ചെയ്യാം, ഏതായാലും വണ്ടിയിലേക്ക് കയറ്, നമുക്ക് നിഷയുടെ വീട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നിഷയുടെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പം നിഷയെ കാണുകയാണ്. അപ്പം നിഷയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വാ കയറി വാ, വേറൊരാളും കൂടി വന്നിട്ടുണ്ട് നിധ എന്നും പറഞ്ഞുകൊണ്ട് ഈ മനോഹറിൻ്റെ കൂടെ ഇരുന്നേച്ചാൽ ആ പെണ്ണിനെയും കൊണ്ട് ഈ നിഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ കൂടെ ഇരുന്ന അവനില്ലേ, അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരാണ്. അവൻ എത്ര പേരെ പെണ്ണുങ്ങളെയൊക്കെ പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഒരാൾക്ക് അങ്ങനെ ഇത്രയും പെണ്ണുങ്ങളെയൊക്കെ പറ്റിക്കാനായിട്ട് പറ്റുമോ? വൈശാഖേട്ടൻ അങ്ങനെ ഒരാളല്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവൻ്റെ പേര് വൈശാഖൊന്നുമല്ല, അവൻ്റെ പേര് അതും മുരുകനെന്നാ.
പക്ഷേ ഇപ്പം എല്ലാവരും അറിയപ്പെടുന്നത് മനോഹർ എന്നാണ്. ഹാ, അവനെ ഒരു പെണ്ണിനായിട്ട് മാത്രമല്ല ഞങ്ങളെ എല്ലാവരെയും അവൻ പറ്റിച്ചതാ. ഞങ്ങൾ ഈ പറഞ്ഞതൊന്നും നിനക്ക് വിശ്വാസമാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ മോളെ, ഒരു കാര്യം ചിന്തിക്കണം, ഞങ്ങൾ പറയുന്നില്ലും കാര്യമുണ്ടെന്ന് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പറയുകയാണ്. ഏതായാലും നിഷ, ആ ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. അങ്ങനെ ശരി, ഞാനിതെല്ലാം ഡിലീറ്റ് ആക്കാനായിട്ട് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ കല്യാണിയും കിരണും പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും അത് ഡിലീറ്റ് ആക്കാതെ വെച്ചിരിക്കുന്നത്. കാരണം അവൻ്റെ കെണിയിൽ ഇനി ഏതൊക്കെ പെണ്ണുങ്ങൾ കുടുങ്ങുമെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്നും പറഞ്ഞ് ഈ നിഷ കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇതാകെ ഞെട്ടിപ്പോയി. ദൈവമേ, ഇത് വൈശേഖേട്ടൻ തന്നെയാണല്ലോ എന്നൊക്കെ ചിന്തിച്ച്. അപ്പോൾ ജുബാന പറയണം, എൻ്റെയിലും ഉണ്ട് കുറച്ച് ഫോട്ടോസ്, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഈ ജുബാനയും കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ നിധിയുടെ കിളി പാറിപ്പോവുകയാണ്. ഇപ്പം മനസ്സിലായല്ലോ കാര്യങ്ങളെല്ലാം. ഇനിയും തെളിവ് വേണോ? ഇനിയും തെളിവാണെങ്കിലേ ഞങ്ങളൊരു വീട് കാണിച്ചു തരാം. ആ വീട്ടിൽ അവൻ്റെ ഭാര്യയും അവൻ്റെ കുഞ്ഞും ഉണ്ട്. അവൻ്റെ ഭാര്യയുടെ പേരെന്താണെന്നറിയാമോ? സരയു. ഇതേപോലെ സരയുവിനെയും ചതിച്ചതാ. പക്ഷേ അവളോട് ഞങ്ങൾ ഇതുവരെ ഒരു സത്യങ്ങളും പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്നറിയാവോ? അവളും ഞങ്ങളെപ്പോലെയൊന്നും അല്ല. അവൾ ആ മനോഹറെ പോലെ തന്നെയാ. മനോഹറിന് പറ്റിയ പെണ്ണ്. അവള് അത്ര നല്ല സ്ത്രീയൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് നിതയോട് പറയാ. പക്ഷേ നിത, നീയൊരു കെണിയിൽ വീഴാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന് സകല ഡീറ്റെയിൽസും ഞങ്ങൾ പറഞ്ഞത്. അതനുസരിച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു നിത ചോദിക്കുകയാണ്. കൊടുക്കണം, അവന് പണി കൊടുക്കണമല്ലോ. പണി കൊടുക്കാതെ എങ്ങനെ ശരിയാവും? അവൻ കളിച്ച കളി തന്നെ നമ്മൾ തിരിച്ചങ്ങോട്ട് കളിക്കാനായിട്ട് പോവുകയാണ്. അതിനു വേണ്ടിയാണ് ഇനി നമ്മളുടെ വെയിറ്റിംഗ് എന്നും നമ്മുടെ കല്യാണി പറയുക. ഇതൊക്കെ കേട്ട് നിതയ്ക്കും ആകെ കലി വരുന്നുണ്ട്. കാരണം താൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് ഇങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നോ എന്നാണ് നിതയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയായിരിക്കും. ആ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.